പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ശത്രുബാധ, പ്രേതദോഷം, ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ കുടുംബജീവിതത്തിനോ വ്യക്തിക്കോ പരാജയമുണ്ടാക്കുന്നത്. ശത്രുക്കൾ എന്ന് ബാധ എന്ന് പറയുന്നത് തന്നെ പല ആളുകളും റിസ്ക് എടുത്ത് നമ്മൾ എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നശിക്കാൻ വേണ്ടി തന്നെ കയ്യിൽ നിന്നും പണം മുടക്കി പലതരത്തിലുള്ള മാന്ത്രികപരമായിട്ടും മാനസികപരമായിട്ടും പൊളിറ്റിക്കൽ പരമായിട്ടും അതുപോലെ തന്നെ മാൻ പവറോട് കൂടിയിട്ടും നമ്മളെ നശിപ്പിക്കാൻ ഒരുപാട് പേര് റിസ്ക് എടുത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ്. അത് കയ്യിൽ നിന്ന് പണം മുടക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ശത്രു സംഹാരത്തിന് വേണ്ടി ഒരുപാട് പണം മുടക്കി നമ്മളൊരു വഴിക്കായിട്ടിരിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ പ്രതിവിധികൾ ചെയ്തിട്ടും എന്നാൽ വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വരുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ നശിക്കാനുള്ള എളുപ്പ വഴിയിലൂടെ ചിതാഭസ്മം മുതലായ സാധനങ്ങളൊക്കെ കൊടുന്ന് വെതറിയിട്ടാവും ചെയ്യുക. പക്ഷെ നമുക്കാണെന്നുണ്ടെങ്കിൽ വലിയൊരു തുക ചെലവാക്കിയിട്ട് വേണം ഇത് ഒഴിവാക്കാനും. പിന്നെ അതിനെ ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നമുക്ക് കർമ്മപരമായിട്ട് കുടുംബപരമായിട്ട് കലഹങ്ങൾ, നഷ്ടങ്ങൾ, തൊഴിൽ നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, അങ്ങനെ എല്ലാ ജീവിതത്തിൽ തന്നെ ദാമ്പത്യ സന്താന കുടുംബ ജീവിതത്തിന് തന്നെ നമുക്ക് തടസ്സം വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, വളരെ നമുക്കൊരു മാർഗമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതൊരു മാസത്തിലൊരു ദിവസം നമ്മൾ എന്തുതന്നെയായാലും ഒന്ന് മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത്. ആ പ്രതിവിധി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ശത്രുബാധ, പ്രേതദോഷം, ശത്രുബാധ, ദൃഷ്ടിബാധ, കരിങ്കണ്ണ്, കരിനാവ്, ക്ഷുദ്രാഭിചാര, ദുർമൂർത്തി, പ്രാർത്ഥന, സ്തംഭന, വശീകരണ, മാരണ, ദോഷ, ദുരിത ബാധകളൊക്കെ നമ്മളിൽ നിന്നും നമ്മുടെ കുടുംബാദികളിൽ നിന്നും വിട്ടുപോകുന്ന ചെലവിൽ കുറഞ്ഞ ഒരു പരിപാടി സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് പറയുന്നത്. ഇത് നിങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളരെ ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു നിലവിളക്ക് കത്തിച്ച് വെക്കുക. നമ്മളെന്താണ് ഒരു നാക്കില വെക്കുക. നാക്കില എന്ന് പറയും, ചില സ്ഥലത്ത് തൂശനില എന്ന് പറയും, ചിലയിടത്ത് തുമ്പല എന്നൊക്കെ പറയും. അപ്പൊ ഏത് ഇലയാണ് നിങ്ങളുടെ നാട്ടിൽ പറയാന്നുണ്ടെങ്കിൽ അത് വെക്കുക. അത് വെച്ചിട്ട് അതിന്റെ മേലെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു കുടം എടുത്തു വെക്കുക. വെച്ചാൽ ഒരു ചെറിയ ഒരു മൺകുടം. ഈ മൺകുടത്തിൽ മഞ്ഞപ്പൊടി ചുണ്ണാമ്പും കൂടി കലക്കിയ ഗുരുതി ആണ് അതിൽ നിറയ്ക്കുക. ഒരു ഭാഗത്തോളം നമ്മൾ ഗുരുതി നിറച്ചാൽ മതി. ഈ ഗുരുതി നിറച്ചിട്ട് അതിൽ അരി, നെല്ല്, പൂവ് അതും കൂടി ഇടുക. ഒരു ചെമ്പിന്റെ ഭദ്രകാളി പ്രതിമ അതിലിടുക. ഇത്രയും മാത്രമേ ഇതിന് വേണ്ടൂ. ഇത്രയും വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുന്നിലിരുന്നു കൊണ്ട് നമ്മൾ എന്താണ് ഓം നമഃശിവായ, ഓം നമോ നാരായണായ നമാന്നും നമ്മൾ ഇഷ്ടദേവനെയും 108 തവണ വീതം ജപിക്കണം. ജപിച്ചിട്ട് ചെയ്യാൻ പോകുന്ന കർമ്മത്തിന് പരിപൂർണമായിട്ടും ഫലമുണ്ടാവണം ഭഗവാനെ എന്ന് നമ്മൾ ശിവനും വിഷ്ണു ഭഗവാനോടൊക്കെ പ്രാർത്ഥിക്കുക. നമ്മൾ ഇഷ്ടദേവനോടും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ അരി, നെല്ലും കൂടി പൂവും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു 2 വിരലുകൊണ്ടൊക്കെ എടുക്കാവുന്ന തരത്തിൽ എടുത്താൽ മതി. എടുത്തതിന് ശേഷം നന്നായി പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ ഒഴിഞ്ഞിട്ട് അതിലേക്ക് ഇടുക. അപ്പോൾ പ്രാർത്ഥിക്കാൻ എന്നിലും എൻ്റെ കർമ്മപരമായി ബാധിക്കുന്ന എല്ലാ ദോഷങ്ങളും, ദുരിതങ്ങളും, ബാധകളും, ബന്ധനങ്ങളും ഒക്കെ ഒഴിഞ്ഞു പോകണം ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. ഈ മന്ത്രം ചെല്ലുക, ഒഴിഞ്ഞിട്ടിടുക, വീണ്ടും എടുക്കുക, ഒഴിഞ്ഞിട്ടിടുക, വീണ്ടും എടുക്കുക, ഒഴിഞ്ഞിട്ടിടുക. ഇത് ചെയ്യണത് ഒരു 1000 പ്രാവശ്യം ഒഴിഞ്ഞിടണം. ഇല്ലെങ്കിൽ 336 തവണ ചെയ്യണം. ഇത്രയെങ്കിലും ചെയ്താലേ ഫലിക്കുള്ളൂ. അപ്പൊ നമ്മളിത് ചെയ്യാൻ സമയത്ത് നമ്മളൊരു മണിമാല എടുത്തിട്ട് എണ്ണം പിടിക്കുക, എന്നിട്ട് ഒഴിഞ്ഞിടുക. അപ്പൊ അങ്ങനെ ഒരു 1000, ഒരു 10 മാല റൗണ്ടായി കഴിഞ്ഞാൽ നമുക്കിതായി. പക്ഷെ നമുക്കിതിന് ആകേണ്ട നെല്ലൊക്കെ വാരിയേറിയൊന്നും വേണ്ട. ഒരു 2 മണിയൊക്കെ കിട്ടാവുന്ന തരത്തിൽ മതി. അപ്പൊ അങ്ങനെ ഒഴിഞ്ഞിടുക. ഇട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് 1000 തവണ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. കാരണം വെച്ചാൽ നമ്മളെ അത്രയും കടുകട്ടിയായിട്ടുള്ള ദോഷങ്ങൾ അങ്ങനെ 1000 തവണയോ അല്ലെങ്കിൽ 336 തവണയോ ഇട്ടതിന് ശേഷം നിങ്ങൾ എന്താണ് കുറച്ച് കൂടുതൽ ഒറ്റ കയ്യിൽ പിടിക്കുക. പിടിച്ചതിന് ശേഷം നന്നായി ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. എന്നിലും എൻ്റെ കർമ്മത്തിലും കർമ്മസ്ഥാനത്തും ധനത്തിലും ധനധാന്യാദികളിലും ദാമ്പത്യ സന്താന കുടുംബ ജീവിതത്തിലും ബാധിക്കുന്ന ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് അവസാനമായിട്ട് അതിലിട്ടുക. ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചീന്തല വാട്ടിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് അത് കെട്ടി അതാണ്ട് കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അത് ബന്ധാക്കി വെക്കുക. ഇങ്ങനെ മൂടി ഇങ്ങനെ അതൊക്കെ വെക്കില്ലേ, അത് അങ്ങനെ അതിൻ്റെ മേലെ വെച്ചിട്ട് അത് കെട്ടുക. കെട്ടി കഴിഞ്ഞിട്ട് അത് അവിടെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ 2 പൂവും കൂടി ഇട്ട് വെക്കുക. ഇട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് വേണം, ഇത് എടുത്തിട്ട് വീടും 3 പ്രാവശ്യം ചുറ്റിയിട്ട് വീടും കൂടി ഒഴിഞ്ഞിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഒഴുക്കി കളയാം.
ഒഴുക്കി കളഞ്ഞിട്ട് എന്നിട്ട് ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കവറിൽ വെക്കാം. കവറിൽ വെച്ചിട്ട് അത് പുഴയിലോ തോട്ടിലോ കൊണ്ടുപോയി കളയാം. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള പ്രേതദോഷം, ശത്രുബാധ, ദൃഷ്ടിബാധ, കരിങ്കണ്ണ്, കരിനാവ്, നീചപരമായിട്ടുള്ള ഏത് ബാധകളും ദുരിതങ്ങളും ശാപങ്ങളും പമ്പ കടക്കും എന്ന് പറഞ്ഞാൽ പമ്പ കടക്കും. ഇതിന്റെ ഇതിൽ കുറഞ്ഞ ഒരു പ്രതിവിധി ഇതിനില്ല. എന്നാൽ ചെയ്യുന്നതിന് അങ്ങേറ്റം ഫലം കിട്ടും. കാരണം ഇതിനൊക്കെ നമ്മൾ കുറച്ച് നേരെ വേണ്ടുള്ളൂ. ഇത് ആദ്യം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് എടുത്തിട്ട് എഴുതി വെക്കുക, എന്തൊക്കെയാണെന്ന്. അതൊന്നൊരു മനസ്സുകൊണ്ട് അപ്പൊ ഇത് ചെല്ലേണ്ട മന്ത്രമാണ് ഇപ്പൊ ഇനി പറയാൻ പോകുന്നത്. ഓം ഷട ഷട രുദ്രഭയങ്കരി അട്ടഹാസിനി ശിവമൂർത്തി സംപ്രേത പീതാംശു സംഹാര ശരഭയേ സ്വഹ. ഇതാണ് ഈ മന്ത്രം. ഈ മന്ത്രം നമ്മൾ ഇതുപോലെ എഴുതിയെടുക്കുക. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കെട്ടുകണയും നമ്മളെ കുടുംബത്തിൽ പമ്പ കിടക്കും. ഇത് ശത്രുക്കൾക്ക് എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പണം മുടക്കി മറ്റൊരാളെ നശിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ നന്നാവണത് കണ്ടുകൂടാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നം തന്നെ ഇതുകൊണ്ട് പൂർണ്ണമായിട്ട് പോകും അവർക്ക്. പിന്നെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ എന്ത് ചെയ്ത് നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളെ ദുരിതങ്ങൾ മാറി അവരയച്ച ബാധകളാണ് ഇതിൽ കൂടെ ഈ പോണത്. അപ്പോ അത് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ഈ പിന്നീട് അവർ വീണ്ടും ചെയ്യണം, അത് അവർക്ക് തന്നെ ഭയങ്കര ദുരിതദോഷമായിട്ട് വരും. അതാണ് ചില ആൾക്കാർ പറയുന്നത് ഈ മന്ത്രവാദം ചെയ്ത് നടന്നിട്ടാണ് അവർ ആ കുടുംബം നശിച്ചെന്ന് പറയും. കാരണം എന്താണ്, നമ്മൾ അങ്ങോട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ അതൊക്കെ ദുരിതം ബാധയായിട്ട് നമ്മളിലേക്ക് വന്നിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഒഴുക്കി കളഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ കയ്യും കാലും മുഖവും കഴുകിയിട്ട് വീട്ടിൽ കയറുക. എന്നിട്ട് ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ നമാന്ന് വീണ്ടും ജപിക്കണം. ഈ ജപിക്കണോടത്താണ് നമ്മുടെ കാര്യം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കർമ്മികളെ കൊണ്ട് ചെയ്യുമ്പോഴാണ് അവർ ഇത്രയും കാര്യങ്ങൾ 5-6 മണിക്കൂർ ഇരുന്നിട്ടാണ് ഓരോ ഹോമവും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 8,000 രൂപ കൊടുക്കാണ്ട് സാധനങ്ങൾ നടക്കൂല. കാരണം ഒരു 2,500-3,000 രൂപയ്ക്ക് ദക്ഷിണ അപ്പോൾ എന്ത് കാര്യത്തിലുണ്ട്. അപ്പോൾ അതിന്റെ സാധനങ്ങളും മേടിച്ചു വരുമ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കർമ്മം ചെയ്യാൻ പറ്റില്ല, 2 ആൾ വേണം. അപ്പോൾ സാധനങ്ങളും മേടിച്ചു വരുമ്പോൾ 12,000, 15,000 ഒക്കെ കർമ്മത്തിന് വരും. പക്ഷേ നമുക്കിത് ചെയ്യാൻ പാകല്ല എന്ന് കരുതിയിട്ട് ആരും ഇത് വെറുതെ ചെയ്ത് തരൂല. അപ്പൊ ഇതിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മൾ മെനക്കെട്ടിട്ട് നമ്മളെ കാര്യം തന്നെ മാറ്റിയെടുക്കാനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഒരു തരത്തിലും ഗതി പിടിക്കുന്നുള്ള കാര്യത്തിൽ വിചാരിക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കാര്യം നമുക്ക് ഒഴിവാക്കാൻ പൈസയില്ല, എന്നാൽ ചെയ്യാൻ ഇത് മെനക്കെടാൻ തയ്യാറോ അല്ല. എന്നാൽ പിന്നെ വെറുതെ ആരെങ്കിലും ഇതൊക്കെ ചെയ്തു തരിച്ചിട്ട് ലോകത്തിലെ പണിക്കന്മാരൊക്കെ നോക്കിക്കാൻ പോകും. നോക്കിക്കാൻ ചെല്ല് അവര് അവിടെ ഒരാൾ നല്ല ആളാണെന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങോട്ട് പോകും. യൂട്യൂബിൽ കണ്ടിട്ട് അത് നല്ല ആളാട്ടാന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് നോക്കിക്കും. ഇതിനൊക്കെ നോക്കിക്കാൻ ഫീസ് കൊടുത്ത് നോക്കിച്ച് പേപ്പറും കൈ പിടിച്ച് നടക്കുന്നല്ലാണ്ട് പ്രതിവിധി ചെയ്താലാണ് ഇതൊക്കെ മാറുള്ളൂ. മാർഗമല്ലെങ്കിൽ, സാമ്പത്തികമായിട്ട് ചെയ്യാനുള്ള മാർഗമല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് ഗതികേട് പിടിച്ച ആൾക്കാരും നമ്മളെ വിളിക്കാറുണ്ട്, നല്ല പൈസക്കാരും വിളിക്കാറുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ മാർഗമില്ലാത്തവരെ കൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് ചെയ്തു കൊടുക്കാൻ മാത്രമായ ഹൃദയം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ജീവിതമാർഗം ഇതായതുകൊണ്ട് വെറുതെ പണിയെടുത്ത് ഇരിക്കാനുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ദോഷങ്ങൾ മാറ്റി തരാൻ വേണ്ടിയിട്ടുള്ള പ്രതിവിധി പറഞ്ഞു തന്നെ. അപ്പോൾ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.